നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി നടത്തുന്ന മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയിൽ 7 ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാമാർ. മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ആശാമാർക്കൊപ്പം CITU, INTUC പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. ആശാവർക്കർമാരുടെ നിരാഹാരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാര സമരവുമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് സമരം. നിരാഹാര സമരത്തിനിടെ കുഴഞ്ഞു വീണ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവ ഗാനം ആലപിച്ച സംഭവം നിസ്സാരമായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി. ഇത്തരമൊരു കാര്യം ഒരിക്കലും അമ്പലപ്പറമ്പിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ മാർച്ച് 10-നാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ പാടിയത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതിയിലാണ് സുഗാന്ത് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഒളിവിലുള്ള സുഗാന്തിനായി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലക്കേസിൽ റിമാൻഡിലുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷാ വിധി പറയാൻ മാറ്റി. ഈ മാസം 8-ന് വിധി പറയും. കുട്ടികൾക്ക് പ്രായപൂർത്തിയായില്ലെന്ന വാദം പരിഗണിക്കരുതെന്ന് ഷഹബാസിന്റെ കുടുംബം വാദിച്ചു. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച് സർക്കാർ. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത്. മന്ത്രിസഭാ തീരുമാനമെടുത്ത് 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയില്ല. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആരോഗ്യവകുപ്പ്. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമായിരുന്നില്ല. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റും പരാജയപ്പെട്ടുവെന്നും കുടുംബത്തിന് കൈമാറിയ ആരോഗ്യവകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ CV പുഷ്പകുമാരി, ഡോക്ടർ KA ഷെർലി എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ. പ്രായപരിധിയിൽ ഒഴിവാകുന്നവരോട് അവഗണന അരുതെന്ന് CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട്. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മമേഖലയോ നിശ്ചയിച്ച് നൽകാത്ത ചില സംഭവങ്ങളുണ്ട്. സംസ്ഥാന സമിതികളിൽ ക്ഷണിതാക്കളുടെ എണ്ണം 5-ൽ കൂടരുത്. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് കൂടുന്നുവെന്നും റിപ്പോർട്ട്. വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബിൽ അവതരിപ്പിച്ചത്. സഭാ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച മറ്റൊരു ബില്ലിന്മേലും നടന്നിട്ടുണ്ടാവില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു പറഞ്ഞു. 1 കോടിയിലധികം ആളുകളുടെ നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സ്വീകരിച്ച് തയ്യാറാക്കിയ ബിൽ ഐതിഹാസികമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിലർ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഓരോ ദിവസവും ആക്രമണം നടക്കുന്നുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മുനമ്പം കേരളത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചാൽ പരിഹാരമുണ്ടാകും. വഖഫ് ഭേദഗതി ബിൽ പാസ്സായെന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പറ്റില്ലെന്നും സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. വഖഫ് ബിൽ പാസ്സാക്കിയതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്ന വാദം തെറ്റാണ്. കോൺഗ്രസും CPIM-ഉം പാർലമെന്റിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ MP-മാർ അവരുടെ കടമ നിർവഹിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ലോക്സഭയിലെ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി എത്താതിരുന്നതിൽ വിമർശനം. വിപ്പ് നൽകിയിട്ടും ചർച്ചയുടെ ഒരു ഘട്ടത്തിലും പ്രിയങ്ക പങ്കെടുത്തില്ല. സഭയിൽ എത്താതിരുന്നത് അസുഖബാധിയായ ബന്ധുവിനെ കാണാൻ വിദേശത്ത് പോയതിനാലാണെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിശദീകരണം. വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ 7-ന് വിധി പറയും. 4 ഹർജികളിലായാണ് വിധി പറയുക. 2 കേസുകളിലായി 2 വീതം ഹർജികളാണ് പരിഗണിക്കുന്നത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൻ്റെതാണ് തീരുമാനം. മുനമ്പം ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജ് അധികൃതർ നൽകിയ പരാതിയിലാണ് നടപടി.
ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തിയ അമേരിക്കൻ നടപടി ലോക്സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നടപടി ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു. ചൈനീസ് അംബാസഡർക്കൊപ്പം വിദേശകാര്യ സെക്രട്ടറി കേക്ക് മുറിക്കുന്നത് കണ്ട് ഞെട്ടിയെന്നും രാഹുൽ ഗാന്ധി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26%, ചൈനയ്ക്ക് 34% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിലെ കുരുമുളക് ഉൽപ്പാദനത്തിൽ ഇടിവെന്ന് കേന്ദ്ര കാർഷിക സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ. 8 മുതൽ 10% വരെയാണ് ഇടിവ് സംഭവിച്ചതെന്നും രാംനാഥ് ഠാക്കൂർ പറഞ്ഞു. 2014-15 കാലത്ത് 85,431 ഹെക്ടറിൽ കൃഷി ഉണ്ടായിരുന്നതാണ് 2023-24 കാലത്ത് 7,269 ചുരുങ്ങിയത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തും. സുപ്രീം കോടതി ഫുൾ കോർട്ട് യോഗത്തിലാണ് തീരുമാനം. എല്ലാ ജഡ്ജിമാരും സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറും. ഈ വിശദാംശങ്ങൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ധാരണയായി. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനായാണ് നടപടി. മധ്യപ്രദേശിൽ ക്രൈസ്തവ പുരോഹിതരെ പോലീസിന് മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ഹിന്ദുത്വ പ്രവർത്തകർ. മണ്ഡാല പള്ളിയിലെ പുരോഹിതരും തീർത്ഥാടകരും ഉൾപ്പെടുന്ന സംഘത്തെയാണ് VHP ബജറംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചത്. മണ്ഡാല പള്ളിയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ വിവിധ പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ആക്രമണം. ഗുജറാത്തിൽ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചു. പരിശീലന പറക്കലിനിടെയാണ് വ്യോമസേനാ വിമാനം അപകടത്തിൽപ്പെട്ടത്. സഹ പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റു. അപകട കാരണം വ്യക്തമല്ലെന്നും വിമാനം താഴെ വീണതിനെ തുടർന്നാണ് തീ പിടിച്ചതെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വ്യോമസേനയും പോലീസും അന്വേഷണം ആരംഭിച്ചു. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കുന്ന സമിതിയുടെ യോഗത്തിന് മുന്നോടിയായാണ് പൂനം ഗുപ്തയെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ച് ഉത്തരവിറക്കിയത്. ജനുവരിയിൽ വിരമിച്ച മൈക്കിൾ ദേബപത്ര പിൻഗാമിയായാണ് നിയമനം. ചൂടിൽ വലയുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി AC ഹെൽമറ്റുകൾ. ഹെഡ് ഗിയറിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ കഴിയുന്ന കോമ്പാക്ട് കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയാണ് ഹെൽമറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എയർ കണ്ടീഷൻ ചെയ്ത ഹെൽമറ്റുകൾ ഉപയോഗിക്കുന്നു. ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലെത്തി. നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള കരാറുകളിലും പ്രധാനമന്ത്രി ഒപ്പിടും. നാളെ ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും തിരികെ മടങ്ങുക. തായ്ലൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ശ്രീലങ്കയിലേക്ക് പോകുമെന്നാണ് വിവരം. US സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പദവികളിൽ നിന്നും വ്യവസായി ഇലോൺ മസ്ക് പടിയിറങ്ങുന്നു. ഡോജിലെ പദവി മസ്ക് ഒഴിയുമെന്ന് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളെ അറിയിച്ചുവെന്നാണ് വിവരം. ട്രംപുമായുള്ള ചർച്ചകളിൽ ബിസിനസ്സിലേക്ക് മടങ്ങാൻ മസ്ക് താൽപ്പര്യം അറിയിച്ചിരുന്നുവെന്നും ഇതിന് US പ്രസിഡന്റ് അനുമതി നൽകിയെന്നുമാണ് റിപ്പോർട്ട്. മെയിലോ ജൂണിലോ മസ്ക് സ്ഥാനമൊഴിയുമെന്നാണ് സൂചന. ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസ മുനമ്പിലെ ബഫർ സോണിലേക്കാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. ദുബായ് എമിറേറ്റിലുടനീളമുള്ള മെട്രോ സ്റ്റേഷനുകളിലെ ദിശാ ബോർഡുകളും അടയാളങ്ങളും നവീകരിച്ച് RTA. ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങളിലാണ് യാത്രക്കാർക്ക് പ്രയാസകരമാവാത്ത രീതിയിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് നാവിഗേഷൻ കൂടുതൽ എളുപ്പവും ലളിതവുമാക്കുന്നതാണ് ലക്ഷ്യം. ദുബായിലെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലായാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സേവനം നൽകുക.
ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് വെറും 2 മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതി അവതരിപ്പിച്ചത്. ഊബറുമായി ചേർന്ന് കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ RTA. ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയതോടെ അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ഊബർ ടെക്നോളജീസ്, വി റൈഡ്, ചൈന ബൈഡുവിന്റെ അപ്പോളോ ഗോ എന്നീ സ്വയം നിയന്ത്രിത വാഹനങ്ങളാണ് ദുബായ് നിരത്തിലിറങ്ങുന്നത്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ ധ്രുവങ്ങളുടെ ആദ്യ കാഴ്ച പങ്കുവെച്ച് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ SpaceX ആദ്യമായാണ് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളെ കടന്നുപോകുന്ന പോളാർ ഓർബിറ്റിൽ ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്നത്. ഫ്രാം 2 പകർത്തിയ ചിത്രങ്ങൾ ഇലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. ആഴക്കടൽ പര്യവേഷണത്തിലൂടെ പുതിയ തരം ജീവികളെ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഷ്മിറ്റ് ഓഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പര്യവേഷണ വാഹനം ചിലിയൻ തീരത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ജീവികളെ കണ്ടെത്തിയത്. ആഴക്കടലിൽ നിന്നുള്ള ചിത്രങ്ങൾ ഷ്മിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടു. ചാലക്കുടി നഗരത്തിൽ ഇറങ്ങിയ പുലിയെ മയക്ക് വെടിവെക്കും. പുലിയെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെക്കാനാണ് തീരുമാനം. പ്രദേശത്ത് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ചാലക്കുടിയിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം പുറത്തൂർ, ചമ്രവട്ടം എന്നിവിടങ്ങളിൽ കാട്ടുപന്നി ആക്രമണം. വയോധികനടക്കം 2 പേർക്ക് പരിക്കേറ്റു. മുട്ടന്നൂർ ഉണ്ടപ്പടി സ്വദേശി കമ്മു, മണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കമ്മുവിനെ പെരിന്തൽമണ്ണ IMS ആശുപത്രിയിലേക്ക് മാറ്റി. കാസർകോട്ട് വൻ ലഹരിമരുന്ന് വേട്ട. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷ് ഓയിൽ എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ കർണാടക സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ കലന്തർ ഷാഫിയെ അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. മലപ്പുറം നിലമ്പൂരിൽ 40 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. നിലമ്പൂർ കക്കാടംപൊയിൽ സ്വദേശി രാജേഷാണ് എക്സൈസിന്റെ പിടിയിലായത്. തിരുവമ്പാടി ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങി വെക്കുന്ന മദ്യം വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതിനിടെയാണ് രാജേഷ് എക്സൈസിന്റെ പിടിയിലായത്. കോഴിക്കോട് കാരന്തൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും 222 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വെള്ളിപറമ്പ് സ്വദേശി ഋതു ബർഷാദിനെയാണ് കുന്നമംഗലം പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ജനുവരി 21-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. 5ാം പ്രതിയായ ഋതു ബർഷാദ് വിദേശത്തേക്ക് പോയതിനെ തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിഷാന്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനെത്തിയ കാസർഗോഡ് ബേക്കൽ സ്വദേശിയെയാണ് പ്രതികൾ ആക്രമിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപാനികൾ എറിഞ്ഞ ബിയർ കുപ്പി ദേഹത്തേക്ക് വീണ 5 വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കട്ടക്കാട് സ്വദേശി മുഹമ്മദ് നദീമാണ് പിടിയിലായത്. ബാറിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കൊച്ചിയിൽ മാരകായുധങ്ങളുമായി സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി. ഇടപ്പള്ളി ജംഗ്ഷനിൽ സമീപമാണ് സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കമ്പിവടിയും വാക്കത്തിയും ഉപയോഗിച്ച് ജീവനക്കാർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികൾക്കും ബൈക്ക് യാത്രികനായ താമരശ്ശേരി സ്വദേശിക്കുമാണ് പരിക്കേറ്റത്. 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം അറക്കൽ ദേവീക്ഷേത്രത്തിലെ കുതിരയെടുപ്പിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് മലമേൽ സ്വദേശി അരുൺ രാജ്. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആലുവയിൽ കാണാതായ നിയമവിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എടത്തല മണിമുക്കിലെ ന്യൂവെൽസ് കോളേജിലെ LLB വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി അതുൽ ഷാബുവിന്റെ മൃതദേഹമാണ് ഉളിയന്നൂരിലെ സ്കൂബ സംഘം മുങ്ങിയെടുത്തത്. മണലിമുക്കിൽ ബന്ധുവിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന അതുലിനെ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു.
ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം കോട്ടപ്പുറം സ്വദേശി യാസിർ അറാഫത്താണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ മുളക്കുഴ ഗന്ധർവമുറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പിനിടെയുണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. മുളക്കുഴ സ്വദേശി പ്രമോദാണ് മരിച്ചത്. കെട്ടുകാഴ്ചയുടെ മുകളിൽ കയറുന്നതിനിടെ കാൽ വഴുതി റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. നാളെ 5 ജില്ലകളിലും ശനിയാഴ്ച 6 ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂർ ചിറങ്ങരയിൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി കളക്ടറും MLAയും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാട്ടിനും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫുമാണ് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത്. വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാർ 25,000 രൂപ പിഴയടച്ചു. എറണാകുളത്തെ മുളവുകാട് ഗ്രാമപഞ്ചായത്താണ് ഗായകന് പിഴ ചുമത്തിയത്. വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ഒരു വിനോദസഞ്ചാരി പകർത്തി അധികൃതരെ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ശ്രീകുമാർ പിഴയടക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഏപ്രിൽ 2, 3 തീയതികളിലായി ജില്ലാ ആസ്ഥാനത്താണ് പരിശീലനം നടക്കുന്നത്. ദേശീയ തലത്തിലുള്ള പരിശീലകരാണ് BLOമാരുടെ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.